ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഇഫ്താർ സ്നാക്കായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലിൻ്റെ വിഷയങ്ങളൊന്നും വരില്ല. അപ്പം ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണേ. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ: സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള ഇതാ ഇതുപോലെ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വേവിച്ച ചിക്കൻ ഇതാ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചി കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് നമുക്ക് എത്ര എരിവ് വേണ്ട അതിനനുസരിച്ച് ചേർക്കാം. സ്വല്പം മല്ലിപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇത് കുറച്ച് ഗരം മസാല കൂടെ എല്ലായിടത്തും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് പിച്ചി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിയിലും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. അത് എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് കേട്ടോ. മല്ലിയിലൊക്കെ എത്ര വേണമെങ്കിലും കറിവേപ്പില നല്ല ഫ്ലേവർ കൊടുക്കുന്ന സാധനമല്ലേ. അതും കൂടി ചേർത്ത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒറ്റ ഐറ്റം മാത്രമല്ല, ഇതേ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഒരു 3-4 ടൈപ്പ് ഓഫ് സ്നാക്സ് ഉണ്ടാക്കാം. നോമ്പിന്, ഇഫ്താറിന്. ഇതാണ് നമ്മുടെ ഫില്ലിങ്. പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരു മീഡിയം ടൈപ്പ് ലൂസായിട്ട് കലക്കിയെടുക്കണം. അതായത് പാൻ കേക്ക് പോലെ, തിന്നായിട്ടുള്ള പാൻ കേക്ക് പോലെ നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറൊരു ബൗളിലേക്ക് ഇതാ ഒരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കാം. പാൻ കേക്ക് നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ അതിനിതാ മാവ് ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതിന് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഇങ്ങനെ ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇതേപോലെ കനം കുറഞ്ഞ ദോശ പോലെ ചുട്ടെടുക്കണം. ഒരു 7 പാൻ കേക്കാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഓരോന്ന് വീതം ചുട്ടെടുക്കുമ്പോൾ തന്നെ ഞാനിത് ലെയർ ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതാ ഒരു പാൻ കേക്ക് എടുത്തിട്ട്
നമുക്ക് ആദ്യം ഒരു മുട്ടയിൽ മുക്കിയിട്ട് പാൻ കേക്ക് ഒരു പാനിൻ്റെ അടിയിൽ ആദ്യത്തെ വെച്ച് കൊടുക്കാം. ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ ഇനി ഒരു ലെയറാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ആദ്യം ഒരു പാൻ കേക്ക് മുട്ടയിൽ മുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഫില്ലിങ് ഒരേപോലെ നിരത്തി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിന് മുകളിൽ വീണ്ടും ഒരു പാൻ കേക്ക് പോലെ മുട്ടേൻ്റെ ഇതിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഒരു പാൻ കേക്ക് വെക്കുക, പിന്നെ അതിനിടയ്ക്ക് ഫില്ലിങ് വെക്കുക. ഒരു പാൻ കേക്ക് എടുത്തിട്ട് മുട്ടേൻ്റെ ഈ എഗ് വാഷിൽ ഇങ്ങനെ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫില്ലിങ് വെക്കുക. അങ്ങനെ അപ്പോൾ അടുത്ത പാൻ കേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ഫില്ലിങ് ഇങ്ങനെ ഒരുമിച്ചാണ് വെച്ച് കൊടുത്തുകൊണ്ട് കിട്ടുക. അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും കൂടി പെട്ടെന്നാവും. ലാസ്റ്റ് ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതാ ഈ അടിച്ച ലാസ്റ്റ് ബാക്കിയുള്ള ഈ എഗ്ഗിൻ്റെ വാഷില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 20 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. കേട്ടോ അതുപോലെയാണ് ഉണ്ടാവുക. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ. അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അടച്ച് വെച്ച് ഇരിക്കും. അടിച്ച് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇളകി വരും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതുപോലെ അപ്പോൾ മറ്റേ വശം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ആ ചിക്കൻ്റെ ചട്ടിപ്പത്തിരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായിട്ടോ പുതിയ വ്ളോഗുമായിട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു. ടേക്ക് കെയർ. ബൈ.